ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ഉള്ളിയുടെ കയറ്റുമതി നിരോധനം നീട്ടി കേന്ദ്ര സർക്കാർ. ആഭ്യന്തര ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും വില നിയന്ത്രിക്കുന്നതിനുമാണ് തീരുമാനം. വേനൽക്കാലത്ത് ആശുപത്രികളിലെ തീപിടുത്തം തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം നാളെ അവസാനിക്കും. ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കും 3 ആഴ്ചയ്ക്കുള്ളിൽ അപേക്ഷകർക്ക് ലഭിക്കും വിധം പ്രിന്റിംഗ് പൂർത്തീകരിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. 9 ജില്ലകളിൽ വ്യാഴാഴ്ച വരെ മഞ്ഞ ജാഗ്രത. IPL രാജസ്ഥാൻ റോയൽസിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് 194 റൺസ് വിജയലക്ഷ്യം. ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസ് മത്സരം രാത്രി 7:30. വാർത്തകൾ വിശദമായി. ഉള്ളിയുടെ കയറ്റുമതി നിരോധനം നീട്ടി കേന്ദ്ര സർക്കാർ. മാർച്ച് 31 വരെയാണ് നിരോധനം നീട്ടിയത്. ഉള്ളിയുടെ ആഭ്യന്തര ലഭ്യത വർദ്ധിപ്പിക്കാനും വില നിയന്ത്രിക്കാനുമാണ് തീരുമാനം. 2023 ഡിസംബറിലാണ് ഉള്ളിയുടെ കയറ്റുമതി കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. വേനൽക്കാലത്ത് ആശുപത്രികളിൽ ഉണ്ടായേക്കാവുന്ന തീപിടുത്തം തടയാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തയച്ചു. ആരോഗ്യ വകുപ്പുകളുടെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കൂട്ടായ പ്രവർത്തനം ഉറപ്പുവരുത്തണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. രാജ്യത്ത് താപനില ഉയരുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. അവധി ദിനത്തിലും തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി കോഴിക്കോട് വടകര ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. വടകര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇന്ന് മരുതോങ്കര പഞ്ചായത്തിലായിരുന്നു പര്യടനം നടത്തിയത്. വടകര നിയമസഭാ മണ്ഡലത്തിലായിരുന്നു LDF സ്ഥാനാർത്ഥി KK ശൈലജയുടെ പര്യടനം. കൊയിലാണ്ടി മണ്ഡലത്തിലാണ് NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ വോട്ട് അഭ്യർത്ഥിച്ചത്. കോഴിക്കോട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി MK രാഘവൻ കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ കുടുംബ സംഗമങ്ങളിൽ പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥി എളമരം കരീം വിവിധ സംവാദങ്ങളിൽ പങ്കെടുത്തു. NDA സ്ഥാനാർത്ഥി MT രമേശ് ഗൃഹസന്ദർശനങ്ങളുടെ തിരക്കിലായിരുന്നു. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി K സുധാകരൻ ഇന്ന് അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തി. ഇരിക്കൂർ മണ്ഡലത്തിലായിരുന്നു LDF സ്ഥാനാർത്ഥി MV ജയരാജന്റെ പര്യടനം. NDA സ്ഥാനാർത്ഥി C രഘുനാഥ് അഴീക്കോട് മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. കടുത്ത ചൂടിലും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വിവിധ മുന്നണികളുടെ പ്രചാരണം മുന്നേറുകയാണ്. UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ അട്ടപ്പാടിയിൽ പ്രചാരണം നടത്തി. മണ്ണാർക്കാട് നിയമസഭാ മണ്ഡലത്തിലായിരുന്നു ഇന്ന് LDF സ്ഥാനാർത്ഥി A വിജയരാഘവന്റെ പ്രചാരണം. NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ പുതുശ്ശേരിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ യാത്രയിൽ പങ്കെടുത്തു. കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം നാളെ അവസാനിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയുടെ 10 ദിവസം മുമ്പ് വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ലഭിക്കുക. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ വഴിയോ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉപയോഗിച്ചോ ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയോ പേര് ചേർക്കാം. രാജ്യത്തെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമാണ് ലക്ഷദ്വീപ്. എന്നാൽ ചരിത്രപരമായി ശക്തമായ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന മണ്ഡലം കൂടിയാണ് കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ്. ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ ഭാഗമായ ലക്ഷദ്വീപിൽ ഇത്തവണയും തിരഞ്ഞെടുപ്പ് പോരാട്ടം വാശിയേറിയതാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് ലേഖകൻ അബ്ദുൽ സലാം. ദ്വീപിലെ പ്രബല പാർട്ടികളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും NCP ശരത് പവാർ പക്ഷവും തമ്മിലാണ് നിലവിലെ പ്രധാന മത്സരങ്ങൾ നടക്കുക. NCP ശരത് പവാർ പക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി നിലവിലെ MP മുഹമ്മദ് ഫൈസലിനെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മുൻ MP അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദിനെയും അവരുടെ പാർട്ടി നേതൃത്വങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇരു വിഭാഗവും ഓരോ ദ്വീപുകളിലുമെത്തി വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള ശക്തമായ പ്രചാരണത്തിലാണ്. BJP, JDU, CPIM, CPI, NCP, അജിത് പവാർ എന്നീ പാർട്ടി ഘടകങ്ങളുടെ സാന്നിധ്യമുണ്ടെങ്കിലും ഇതുവരെയായും ആരും തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആരോഗ്യം, കപ്പൽ വ്യോമയാന ഗതാഗതം, വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ സുപ്രധാന മേഖലകളിലെ ആവശ്യങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ദ്വീപ് നിവാസികൾക്കിടയിലെ ചർച്ചാ വിഷയങ്ങളാവുക. ലക്ഷദ്വീപ് ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ 29,152 പുരുഷന്മാരും 28,442 സ്ത്രീകളും ഉൾപ്പെടെ ആകെ 57,594 വോട്ടർമാരാണ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 10 ദ്വീപുകളുമായി 55 പോളിംഗ് ബൂത്തുകളിലാണ് വോട്ടിംഗ് രേഖപ്പെടുത്തുക. ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കും അപേക്ഷകർക്ക് അയച്ചു തുടങ്ങിയെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. 2 മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാവർക്കും ഇത് ലഭിക്കത്തക്ക വിധം പ്രിന്റിംഗ് പൂർത്തീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മന്ത്രിസഭാ യോഗ തീരുമാനപ്രകാരം ലൈസൻസും RC ബുക്കും പ്രിന്റ് ചെയ്യുന്ന കമ്പനിക്ക് പണം നൽകിയതായും മന്ത്രി പറഞ്ഞു.
ചൂടുകാലത്ത് വിറ്റഴിക്കുന്ന ശീതളപാനീയങ്ങളുടെയും കുപ്പിവെള്ളത്തിന്റെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഐസ്ക്രീം, കുപ്പിവെള്ളം, ശീതളപാനീയങ്ങൾ എന്നിവയുടെ നിർമ്മാണ വിപണന കേന്ദ്രങ്ങളിലാണ് പരിശോധന നടത്തിയത്. ടൂറിസ്റ്റ് മേഖലകളിലെ വിൽപ്പന കേന്ദ്രങ്ങളിലും പരിശോധന നടത്തി. പരിശോധനകളിൽ ഗുരുതര നിയമലംഘനം കണ്ടെത്തിയ 7 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവയ്പ്പിച്ചു. ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ ശക്തമായി തുടരുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് 194 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 20 ഓവറിൽ 4 വിക്കറ്റിന് 193 റൺസ് നേടി. 82 റൺസുമായി പുറത്താകാതെ നിന്ന മലയാളി താരം സഞ്ജു സാംസണാണ് രാജസ്ഥാന്റെ ടോപ്പ് സ്കോറർ. രാത്രി 7:30 നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ന് കണ്ണൂരിൽ നടക്കുന്ന റാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. രാത്രി കളക്ടറേറ്റ് മൈതാനത്താണ് റാലി. CAA കേസുകൾ പിൻവലിക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഇത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം പരിശോധിച്ച് നടപടിയെടുക്കണമെന്നും ശ്രീ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് 9 ജില്ലകളിൽ ഉയർന്ന താപനില സാധ്യത കണക്കിലെടുത്ത് വ്യാഴാഴ്ച വരെ മഞ്ഞ ജാഗ്രത. ആലപ്പുഴ, ഇടുക്കി, വയനാട്, മലപ്പുറം, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. രാഷ്ട്രപതിക്കും ഗവർണർക്കുമെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. പറവൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേരത്തെ കേന്ദ്രം 57,600 കോടി തരാനുണ്ടെന്നാണ് പറഞ്ഞതെങ്കിലും കേസ് നൽകിയപ്പോൾ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് മാത്രമാണ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിൽ സുപ്രീം കോടതി ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നും ശ്രീ VD സതീശൻ പറഞ്ഞു. അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ടിപ്പർ ലോറി ഡ്രൈവർമാരും ഉടമകളും ജാഗ്രത പാലിക്കണമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. അശ്രദ്ധയാണ് അപകടങ്ങളുടെ പ്രധാന കാരണം. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കർശന നടപടികൾ ഉണ്ടാവുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശബരിമലയിൽ പൈങ്കുനി ഉത്സവത്തിന്റെ 9ാം ദിനമായ ഇന്ന് ഉത്സവ ബലി ചടങ്ങുകൾ നടന്നു. രാത്രി ശരംകുത്തിയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത് നടക്കും. ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ആറാട്ട് നാളെ പമ്പയിലും നടക്കും. കോഴിക്കോട് ജില്ലയിൽ ഫ്ലൈയിംഗ് സ്ക്വാഡ് വാഹന പരിശോധനയിൽ മതിയായ രേഖകളില്ലാതെ കൊണ്ടുപോവുകയായിരുന്ന 1,06,500 രൂപ പിടികൂടി. കൊടുവള്ളിക്ക് സമീപം ഇന്നലെ രാത്രിയാണ് സംഭവം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മതിയായ രേഖകളില്ലാതെ കൊണ്ടുപോകുന്ന 50,000 രൂപയ്ക്ക് മുകളിലുള്ള തുകയും 10,000 രൂപയ്ക്ക് മുകളിൽ മൂല്യമുള്ള സാധന സാമഗ്രികളും പിടിച്ചെടുക്കുമെന്ന് തിരഞ്ഞെടുപ്പ് എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗ് സെൽ നോഡൽ ഓഫീസർ അറിയിച്ചു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെതിരായ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘന പരാതിയിൽ ജില്ലാ കളക്ടർ വിശദീകരണം തേടി. 3 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. സർക്കാർ സംവിധാനങ്ങളെയും കുടുംബശ്രീയെയും തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കാട്ടിയാണ് പരാതി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉള്ളിയുടെ കയറ്റുമതി നിരോധനം നീട്ടി കേന്ദ്ര സർക്കാർ. ആഭ്യന്തര ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും വില നിയന്ത്രിക്കുന്നതിനുമാണ് തീരുമാനം. വേനൽക്കാലത്ത് ആശുപത്രികളിലെ തീപിടുത്തം തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം നാളെ അവസാനിക്കും. ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കും 3 ആഴ്ചയ്ക്കുള്ളിൽ അപേക്ഷകർക്ക് ലഭിക്കും വിധം പ്രിന്റിംഗ് പൂർത്തീകരിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. 9 ജില്ലകളിൽ വ്യാഴാഴ്ച വരെ മഞ്ഞ ജാഗ്രത. IPLൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് 194 റൺസ് വിജയലക്ഷ്യം. ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസ് മത്സരം രാത്രി 7:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.